ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മളുടെ ട്രാൻസ്മിറ്റർ പജറോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രാൻസ്മിറ്റർ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കുകയാണ്. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് PCB ബോർഡാണ്. 0 PCB ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് എന്തൊക്കെ ആവശ്യമുള്ളത്. ഞാൻ സോൾഡറിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ജോയ്സ്റ്റിക്കുമാണ് ഞാൻ അപ്പോൾ അവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നതാണ്. അതുപോലെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർഡിനോ നാനോ ആണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് യൂസ് ചെയ്യുന്നത് ആർഡിനോ നാനോ ആണ്. പക്ഷേ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ESP ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതുപോലെ ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ESP82D1 മിനി എന്ന ബോർഡാണ് ഞാൻ ആർഡിനോയ്ക്ക് പകരം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റിസീവർ സൈഡ്. അപ്പോൾ ഈ ഒരു പിൻസ് കാണുന്നത് നമ്മളെ സെർവോൻ്റെ ആണ്. ഞാൻ ഈ ഒരു ബ്ലൂ കളർ സ്മോൾ സെർവോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അങ്ങനെ സിഗ്നൽ മാറാതെ കണക്ട് ചെയ്താൽ മതി. ഞാൻ അപ്പോൾ ഒന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആർഡിനോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 43 MHz ഒരു മൊഡ്യൂളാണ്, ട്രാൻസ്മിറ്റർ മൊഡ്യൂളാണ് ഞാൻ ഈ ക്ലിപ്പിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു മോട്ടർ ഡ്രൈവർ വേണം. L298N എന്ന മോഡലാണ്. ഇതിനകത്ത് നമുക്ക് 3 പിൻസാണ് ആവശ്യമുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയാണ്. ലാസ്റ്റത്തേതാണ് ഈ PWM പിന്നാണത്. നമ്മളെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. അത് ഞാനൊരു ഗിയർ മോട്ടർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടയർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ ചെയ്യും. അതുപോലെ ഡിസ്പ്ലേ ആണിത് നമ്മളെ ട്രാൻസ്മിറ്ററിനകത്ത്. ഇത് മസ്റ്റൊന്നുമല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ ഡിസ്പ്ലേക്കുള്ള കോഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലോ ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ കുറച്ച് ബാറ്ററീസ് എടുത്തിട്ടുണ്ട്. 3.7 വോൾട്ടിൻ്റെയാണ്. 2 ട്രാൻസ്മിറ്ററിന് 2 റിസീവറിന് ചെയ്യുന്നു. അപ്പോൾ അതിനകത്തൊരു ബാറ്ററി പോയതിനാൽ ഞാനൊരു നമ്മളെ പവർ ബാങ്ക് മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ട്രാൻസ്മിറ്ററിനകത്ത് പവർ ചെയ്യുന്നത്. ESP ആയതുകൊണ്ട്. അതുപോലെ ഡാറ്റ കേബിൾ വേണം. നമ്മൾ അങ്ങോട്ടും കോഡൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ കേബിൾ വേണം. ഇതിപ്പോൾ ആർഡിനോൻ്റെ ഡാറ്റ കേബിളാണ്. ESP ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മൈക്രോ കേബിൾ യൂസ് ചെയ്താൽ മതി. പിന്നെ ഒരു OTG വേണം. ഞാൻ മൊബൈൽ വെച്ചാണ് കോഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡിങ് ചെയ്യുന്ന ആപ്പിൻ്റെ ലിങ്ക് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ കുറച്ച് LEDs ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ കുറച്ച് LEDs ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ LEDസിൻ്റെ വോൾട്ടേജ് ഷോർട്ടേജ് കൂടും, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവും. അതിനുവേണ്ടി റെസിസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. കാരണം ചിലതിന് വോൾട്ടേജ് കൂടിയത് വേണ്ടി വരും, കുറഞ്ഞത് വേണ്ടി വരും. അതിന് റെസിസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ബസർ വെക്കാം, പിന്നെ കുറച്ച് സ്വിച്ച്, പുഷ് ബട്ടൺസ് വെക്കാം. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് LED നമ്മളെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യാൻ വേണ്ടി, ഒന്ന് മിന്നിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. 2 സാധനങ്ങളാണ് ചേഞ്ച് ഉള്ളത്. അതുപോലെ ഇത് മസ്റ്റാണ്, നമ്മൾ മോട്ടോർ ഡ്രൈവർ മസ്റ്റാണ്. ഇത് ഇല്ലെങ്കിലും വേറെ ഏതെങ്കിലും മോട്ടോർ ഡ്രൈവർ ആയാലും മതി. ഇതാണ് കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിളായി തോന്നിയത്. A few moments later. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു ടൈമിൽ സ്റ്റോറേജ് ഇഷ്യൂ വന്നതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളിത് ഇവിടെയാണ് സ്വിച്ച് ഉള്ളത്. ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ ഫസ്റ്റ് നമുക്കൊരു വെൽക്കം സ്ക്രീൻ, പിന്നെ നമ്മളൊരു ചാനലിൻ്റെ പേര്, പിന്നെ കണക്റ്റിംഗ് ആനിമേഷൻ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ എപ്പോഴും ഓൺ ആകുമ്പോൾ ഹസാർഡ് ഓൺ ആകും, അതാണ് സൗണ്ട്. അതുപോലെ
ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ അവിടെ ആരോ മാറും. അതുപോലെ ഹസാർഡ് ഓൺ ആക്കിയ സൗണ്ട് ഉണ്ട്. അതുപോലെ ഇതിനകത്ത് നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ റിവേഴ്സ് എന്ന് എഴുതി കാണിക്കും, സ്റ്റോപ്പ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കാണിക്കും, ഫ്രണ്ടിലേക്കാണെങ്കിൽ ഫ്രണ്ടാണ്. അതുപോലെ ഇതിനകത്തൊരു ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് നമ്മൾ ഡിസ്പ്ലേൻ്റെ ലൈറ്റ് ഓൺ ഓഫ് ആൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു കണക്റ്റർ ഉണ്ടാവും, അതായത് ഒരു ഷോർട്ടർമാരുടെ ഒരു സാധനം ഉണ്ടാവും, ഇത്ര പോകുന്ന കുഞ്ഞി സാധനമാണ്. കാണിച്ചു തരാം. അതുകൊണ്ട് ഇതിനകത്തുണ്ട് മോട്ടർ ഡ്രൈവർ. ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് ഊരിയിട്ട് അവിടുന്ന് ഒരു 2 വയർ എടുത്തിട്ട് ഒരു സ്വിച്ച് കൊടുത്താൽ മതി. അതാണ് നമ്മുടെ LED-ൻ്റെ ഈ ഒരു LED-ക്കുള്ള കണക്ഷനാണത്. നമുക്ക് ലൈറ്റ് ആവശ്യമില്ലാത്ത ടൈം ഉണ്ടാവും, അപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചതാണത്. അതുപോലെ ഒരു ബസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു LED ഫ്ലാഷർ ഉണ്ട്. ഹെഡ്ലൈറ്റ് ഇവിടെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ചെയ്യുക നമ്മളെ ഇതിൽ തന്നെയുള്ള ജോയ്സ്റ്റിക്കിനുള്ള തന്നെയുള്ള സ്വിച്ചിലാണ്. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ അകത്തത്തെ ഇത് കാണിക്കാൻ കഴിയില്ല, കാരണം നമ്മൾ വണ്ടി ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടിയിൽ കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മളുടെ PCB ബോർഡൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ PCB ബോർഡ് വെച്ചിട്ട് ചെയ്തതാണ് ഇവിടെ. അപ്പോൾ കാണിച്ചു തരാം. ഇവിടെ പറ്റുമെന്ന് അറിയില്ല. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നോ അറിയില്ല. ഇവിടെ ഒരു ESP ആണ് നമ്മളുടേത്. അതുപോലെ ഇതാണ് നമ്മളുടെ ബാറ്ററി. ഇവിടെ കുറച്ച് മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ. അതുപോലെ ബാക്കിൽ ലൈറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്ററും ബ്രേക്കും ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ പജറൊക്കെ അങ്ങനെയാണ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു സ്ക്രൂ വരുന്നത് നമ്മളെ ചുമലിലൊക്കെ സ്ക്രൂ ചെയ്യില്ലേ, അത് ഒന്ന് പശയിച്ച് ഒട്ടിച്ച് ഉറപ്പിച്ച് വെച്ചതാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഊരാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. അതുപോലെ നമ്മൾ ഫസ്റ്റ് വണ്ടി ഓണാക്കി കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ആ ഒരു ട്രാൻസ്മിറ്റർ ഓൺ ആക്കിയിട്ടുകൊണ്ടാണ് ഇങ്ങനെ നമ്മളിത് ഓഫ് ചെയ്യാൻ പോവാണ്. വണ്ടി ഒന്ന് റൈസായിട്ടാണ് സ്റ്റാർട്ടാവുക. അതുപോലെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ റിവേഴ്സ് ഓണാകുമ്പോൾ ഓണാവും. ഇനി നമ്മളിത് വണ്ടി കിടക്കി നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു നമ്മളുടെ ഫോഗ് ലാമ്പ് കൊടുത്തത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ് വരുന്നുണ്ട്. നമുക്കിത് ട്രാൻസ്മിറ്റർ ഒന്ന് ഓണാക്കാം. ട്രാൻസ്മിറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണക്റ്റിംഗ് ആയപ്പോൾ അത് കറക്റ്റായിട്ട് ഹസാർഡ് ഓൺ ആയിട്ടുണ്ട്. ഈ ഹസാർഡിൻ്റെ ഉള്ളിൽ ആയിട്ടാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതിനകത്തായിട്ട് 2 LEDs കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊരു ത്രോട്ടിൽ കൊടുക്കുമ്പോൾ മുന്നിലേക്ക് പോകും. അതുപോലെ തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ കാണിച്ചു തരാം. ഹസാർഡ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ എത്തും. അതുപോലെ ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ എത്തും. അതുപോലെ ബ്രേക്ക് ലൈറ്റ് ആയാലും നമ്മൾ ത്രോട്ടിൽ ഫ്രണ്ടിലേക്ക് കൊടുക്കുമ്പോൾ ഓഫ് ആവും. അതുപോലെ റിവേഴ്സ് ഇടുമ്പോൾ റിവേഴ്സ് ലൈറ്റും കത്തും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ട്രാൻസ്മിറ്ററിനകത്തുള്ളത്. പിന്നെ ഇതിനകത്തൊരു സേഫ്റ്റി ഫീച്ചർ നമ്മൾ കൊടുത്തത് എന്താ വെച്ചാൽ, ഞാനിതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനിത് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളുടെ ഇത് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ട്രാൻസ്മിറ്റർ ഓഫായാൽ പെട്ടെന്ന് തന്നെ ഓഫാവും. 2 സെക്കൻഡ് 3 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ വണ്ടി സ്റ്റോപ്പായിട്ട് ഇതുപോലെ ഒരു ലൈറ്റ്സൊക്കെ കത്തി ആകെ ഒച്ചയിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ ഈ ഒരു മോട്ടർ ഡ്രൈവർ യൂസ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു അനുഭവിച്ചൊരു കാര്യമാണ്. ഈ ഒരു സാധനം ഹീറ്റിംഗ് എലമെൻറ്റ് കുറച്ചുകൂടി വലുതാക്കി കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കുക. അത് ഭയങ്കര ചൂടാവും. നമ്മൾ ഹെവി മോട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിൽ നമ്മളുടെ RC കാറിൻ്റെ ഇതാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള മോട്ടറല്ല നമ്മൾ, അതായത് ഇതിനകത്ത് മിനി മോട്ടർ ഉണ്ടാവുക, വേറൊരു എക്സ്ട്രാ മോട്ടർ, വലിയ മോട്ടറാണിത്, 12 വോൾട്ടിൻ്റെ മോട്ടറാണ്. അതാണ് നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ചൂടാവുന്ന ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ ESP യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 5 വോൾട്ടിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. അതായത് 5 വോൾട്ടിൻ്റെ ചാർജറിൽ പവർ കൊടുക്കുകയാണെങ്കിലും നമ്മൾ വാട്ട്സ് കൂടുതലുള്ള ചാർജറിൽ കൊടുക്കരുത്. അതായത് ഇപ്പോൾ പവറുള്ള 21.5 വോൾട്ടിൻ്റെ ചാർജറിലൊന്നും കൊടുക്കരുത്. നമ്മൾ നോർമൽ ചാർജേഴ്സ് ഉണ്ടല്ലോ, നമ്മളുടെ പഴയ ഫോൺസിൻ്റെ ഒക്കെ ചാർജർ ഉണ്ടല്ലോ നോർമൽ യൂസിന്, അങ്ങനത്തേൽ കൊടുക്കുക, ഇത് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ പവർ ബാങ്ക് മൊഡ്യൂൾ മേടിച്ചിട്ട് അതിൽ നിന്ന് ഒരു ഔട്ട് ഇങ്ങനെ വയറെടുത്തിട്ട് ഇങ്ങനത്തെ ഇതിൽ കൊടുത്താലും മതി. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി, കമൻറ്റ് ബോക്സിലൊന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ട് തരുന്നതായിരിക്കും.